ഫ്രഷ് കട്ട് സമരത്തിന് പിന്നാലെ ആ കേന്ദ്രം അടച്ചിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഈ സംഘർഷത്തെ തുടർന്ന് അടച്ച ഫ്രഷ് കട്ട് പ്ലാന്റ് വീണ്ടും പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ്. കോടതി ഉത്തരവിന് പിന്നാലെ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഫാക്ടറി തുറന്നിരിക്കുന്നത്. പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. ഗോപികയാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ഗോപിക, ഇന്നലെ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായിരുന്നു. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കണം, അതിന് പോലീസ് സംരക്ഷണം ഒരുക്കണം എന്നതായിരുന്നു ആ ഉത്തരവ്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയുമായിരുന്നു. അപ്പോൾ ഇന്ന് ഫ്രഷ് കട്ട് ആ ഉത്തരവനുസരിച്ച് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമോ? സമരസമിതിയുടെ, നാട്ടുകാരുടെ, പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? സൈഫുദ്ദീൻ അമൃത, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു ഫാക്ടറി വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ടി. ഇതിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി വെള്ളിയാഴ്ച രാത്രിയോടുകൂടി തന്നെ ഫാക്ടറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നലെ അതിനെ തുടർന്ന് ഈ അറവ് മാലിന്യ ശേഖരണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയാണ്. ഇതുകൂടാതെ ഈ ഒരു ഉത്തരവ്, ഈ കോടതി ഉത്തരവും അതുപോലെ തന്നെ പോലീസ് സംരക്ഷണയിലുമാണ് ഇപ്പോൾ നിലവിൽ ഈ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സമരസമിതിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. എന്നാൽ സമരം വീണ്ടും തുടരുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ ആളുകേറിയുള്ള പ്രദേശവാസികളുടെ വീട്ടിൽ കയറി പോലീസ് സെർച്ച് അത് തുടരുക തന്നെയാണ്. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ സമര സഹായ സമിതി എന്നുള്ള പുതിയൊരു സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ. ഇതിനെ തുടർന്ന് ഈ പോലീസിന്റെ സെർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രദേശവാസികൾക്ക് മാനസിക സമ്മർദ്ദം, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയപ്പാട് ഉൾപ്പെടെ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമര സഹായ സമിതി എന്ന് പറയുന്ന ഒരു പുതിയ സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ താമരശ്ശേരിയിൽ ഈ വരുന്ന 12-ന് സർവകക്ഷി റാലിയും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഫ്രഷ് കട്ട് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇന്നും പ്രദേശത്ത് സമരം കർശനമാകും, സമരം തുടരുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. സൈഫുദ്ദീൻ അമൃത. ശരി, ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഓരോ ദിവസവും കൂടുതൽ പ്രശ്നമായി വരികയാണ്. സൈഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റംസീന നരിക്കുൻ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീമതി റംസീന, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ജീവിക്കുന്നതിന് വലിയ പ്രയാസമുണ്ട്. പക്ഷേ ഫ്രഷ് കട്ടിൻ്റെ കാര്യത്തിൽ കോടതി പറയുന്നത് ജില്ലയിലെ ഏക അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്, അതങ്ങനെ അടച്ചിടാൻ പറ്റില്ല. അങ്ങനെ അത് തുറക്കുന്നുണ്ടെങ്കിൽ അതിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി പറയുമ്പോൾ അത് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ അത് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ എന്താണ് നാട്ടുകാരുടെ പ്രതികരണം? ഫ്രഷ് കട്ട് നേരത്തെയും ഇതേപോലെ സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്തും പോലീസ് അതിന് സംരക്ഷണം കൊടുത്ത് അത് പ്രവർത്തിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോഴും സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നം അനുഭവിക്കുന്ന ജനങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ചോ ജനങ്ങളുടെ അവകാശത്തെ കുറിച്ചോ അല്ല ഇവിടെയുള്ള ഒരു സിസ്റ്റം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട പോലീസ് പ്രവർത്തിക്കുന്നത്. അവര് ഈ ഒരു കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ആ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം വളരെ ശക്തമായിട്ട് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സമര സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ടല്ലോ, ആ സമിതിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ആ സമരത്തിന് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഈ സമയത്ത് സമരം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും സമരത്തിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ മതപക്ഷപാതിത്വമൊന്നും കാണിക്കാതെ ഇതൊരു ജനകീയ വിഷയം, മനുഷ്യരുടെ വിഷയം എന്നുള്ള നിലയിൽ തന്നെയാണ് ഒരു ജനത അതിനെ ഏറ്റെടുക്കുന്നത് എന്നുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമുക്ക് സമരപന്തലിൽ നിന്നൊക്കെ ആ സമരത്തിനോട് ആളുകൾ സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വളരെയധികം നന്ദി റംസീന പ്രതികരിച്ചതിന്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഇത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്.